നമസ്കാരം. പ്രധാന വാർത്തകൾ. സ്വർണ്ണവില സർവകാല റെക്കോർഡിലേക്ക്. ചരിത്രത്തിലാദ്യമായി ഇന്ന് സ്വർണ്ണവില 50,000 രൂപ കടന്നു. ഒരു പവൻ സ്വർണത്തിന് 1,040 രൂപ വർദ്ധിച്ച് 50,400 രൂപയാണ് നിലവിലെ വില. 1 ഗ്രാമിന് 130 രൂപ വർദ്ധിച്ച് 6,300 രൂപയായി. രാജ്യാന്തര വിപണിയിലെ വിലവർധനവാണ് കേരളത്തിലും വില കൂടാൻ കാരണം. ഈ മാസത്തിന്റെ തുടക്കത്തിൽ 46,320 രൂപയായിരുന്നു സ്വർണ്ണവില. 3 ആഴ്ചക്കിടെ 3,000 രൂപയിലധികം വർദ്ധിച്ച് 21-ന് സ്വർണ്ണവില 49,440 രൂപയായി ഉയർന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ വില താഴ്ന്ന് 49,000-ൽ താഴെ എത്തിയ ശേഷം വീണ്ടും ഉയരുകയായിരുന്നു. കണ്ടെയ്നർ ലോറിയും കാറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. ഏഴംകുളം പട്ടാഴിമുക്കിൽ വെച്ച് ഇന്നലെ രാത്രി 11:30 അപകടമുണ്ടായത്. തുമ്പമൺ നോർത്ത് GHSSലെ അധ്യാപികയായ നൂറിനാട് സ്വദേശിനി അനുജ, ചാരുമൂട് പാലമേൽ ഹാഷിം മൻസിലിൽ ഹാഷിം എന്നിവരാണ് മരിച്ചത്. കാർ പൂർണ്ണമായും തകർന്നു. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് കാർ വെട്ടിപ്പൊളിച്ചാണ് ഇവരെ പുറത്തെടുത്തത്. അമിത വേഗതയിലെത്തിയ കാർ ലോറിയിൽ ഇടിപ്പിക്കുകയായിരുന്നു. സഹ അധ്യാപകർക്കൊപ്പം വിനോദയാത്ര കഴിഞ്ഞെത്തിയ അനുജയെ വാഹനം തടഞ്ഞ് ഹാഷിം കൂട്ടിക്കൊണ്ടു പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അനുജയും ഹാഷിമും മരിച്ചു. ആലുവയിൽ സൂപ്പർ മാർക്കറ്റ് കത്തി നശിച്ചു. ദേശീയപാതയിൽ പറവൂർ കവലയിലെ ഫാമിലി സൂപ്പർ മാർക്കറ്റാണ് ഇന്ന് പുലർച്ചെ അഗ്നിക്കിരയായത്. ഇതുവഴി പോയ ഒരാൾ ഷട്ടറിനുള്ളിൽ പുക ഉയരുന്നത് കണ്ട് അഗ്നിശമന സേനയെ വിവരമറിയിക്കുകയായിരുന്നു. ഉടൻ തന്നെ അഗ്നിശമന സേന എത്തി തീ അണച്ചതിനാൽ സമീപത്തെ മറ്റു കടകളിലേക്ക് തീ പടർന്നില്ല. തോട്ടക്കാട്ടുകര സ്വദേശി ജലീലിൻ്റെതാണ് സൂപ്പർ മാർക്കറ്റ്. തീപിടുത്തത്തിൽ ലക്ഷങ്ങളുടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നാണ് വിവരം. പ്രതികരിച്ച് ഐക്യരാഷ്ട്രസഭ. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിലും കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചതിലുമാണ് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാജ്യത്തുണ്ടാകുന്ന സംഭവ വികാസങ്ങൾ അന്താരാഷ്ട്ര തലത്തിലും ശ്രദ്ധേയമാകുന്നതിന്റെ സൂചനയാണിത്. നേരത്തെ കെജ്രിവാളിന്റെ അറസ്റ്റിൽ നീതിയുക്തമായി നടപടികൾ നീങ്ങണമെന്ന പ്രതീക്ഷ അമേരിക്കയും ജർമ്മനിയും പങ്കുവച്ചിരുന്നു. ഇതിനെല്ലാമെതിരെ ഇന്ത്യ ശക്തമായി പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ വിദേശ രാജ്യങ്ങൾ ഇടപെടേണ്ട എന്നായിരുന്നു ഇന്ത്യയുടെ പ്രതികരണം. ഇപ്പോൾ ഐക്യരാഷ്ട്രസഭ കൂടി ഈ വിഷയങ്ങളിൽ ഇടപെട്ടിരിക്കുകയാണ്. പൗരാവകാശങ്ങളും രാഷ്ട്രീയ അവകാശങ്ങളും സംരക്ഷിക്കപ്പെടണമെന്നും സ്വതന്ത്രവും നീതിപൂർവവുമായ സാഹചര്യത്തിൽ വോട്ട് രേഖപ്പെടുത്താൻ ഇന്ത്യയിൽ പൗരർക്ക് കഴിയണമെന്നുമാണ് ഐക്യരാഷ്ട്രസഭ അറിയിക്കുന്നത്. ആടുജീവിതത്തിന് വ്യാജൻ. ബ്ലസ്സി പൃഥ്വിരാജ് കൂട്ടുകെട്ടിലിറങ്ങിയ ഏറ്റവും പുതിയ ചിത്രം ആടുജീവിതത്തിന്റെ വ്യാജപ്പതിപ്പ് ഇന്റർനെറ്റിൽ. കാനഡയിലാണ് വ്യാജപ്പതിപ്പ് പുറത്തിറങ്ങിയിരിക്കുന്നത്. IPTV എന്ന പേരിൽ ലഭിക്കുന്ന ചാനലുകളിലൂടെയാണ് പതിപ്പ് പ്രചരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. കാനഡയിലും അമേരിക്കയിലുമെല്ലാം റിലീസായ ഉടനെ സിനിമകളുടെ വ്യാജപ്പതിപ്പുകൾ IPTVകളിൽ പ്രത്യക്ഷപ്പെടാറുണ്ടെന്നും റിപ്പോർട്ടുണ്ട്. പാരി മാച്ച് എന്ന ലോഗോയും വ്യാജപ്പതിപ്പിലുണ്ട്. ഇത് സ്പോർട്സ് റിലേറ്റഡ് വാതുവെപ്പ് നടത്തുന്ന കമ്പനിയാണെന്നാണ് വിവരം. ബെന്യാമിന്റെ ഇതേ പേരിലുള്ള പ്രശസ്ത നോവലിനെ ആധാരമാക്കിയുള്ള ചിത്രമാണ് ആടുജീവിതം. സൗദി അറേബ്യയിലെ ഇന്ത്യൻ കുടിയേറ്റ തൊഴിലാളിയായ നജീബ് എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ പൃഥ്വി അവതരിപ്പിക്കുന്നത്. മാജിക് ഫ്രെയിംസ് ആണ് സിനിമ വിതരണത്തിന് എത്തിക്കുന്നത്. പൃഥ്വിരാജിനെ കൂടാതെ അമല പോളും ശോഭാ മോഹനുമാണ് മലയാളത്തിൽ നിന്നുള്ള മറ്റു താരങ്ങൾ. AR റഹ്മാനാണ് ചിത്രത്തിന് സംഗീതം നിർവഹിക്കുന്നത്. K. സുനിലാണ് ഛായാഗ്രാഹകൻ. പ്രശാന്ത് മാധവ് കലാസംവിധാനവും രഞ്ജിത്ത് അമ്പാടി മേക്കപ്പും നിർവഹിച്ചിരിക്കുന്നു. CPIക്കും ആദായ നികുതി വകുപ്പിനും നോട്ടീസ്. കോൺഗ്രസിന് പിന്നാലെ CPIക്ക് ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയച്ചു. 11 കോടി രൂപ ആവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയത്. ടാക്സ് റിട്ടേൺ ചെയ്യാൻ പഴയ പാൻ കാർഡ് ഉപയോഗിച്ചതിലാണ് നടപടി. കോൺഗ്രസിന് വീണ്ടും 1,700 കോടി രൂപയുടെ നോട്ടീസാണ് ആദായ നികുതി വകുപ്പ് നൽകിയത്. രേഖകളുടെ പിൻബലമില്ലാത്ത നോട്ടീസാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. കോടതിയിൽ ചോദ്യം ചെയ്യുമെന്നും വിവേക് തൻക MP പറഞ്ഞു. ആലപ്പുഴയിൽ മിന്നലടിച്ച് സ്വിച്ച് ബോർഡും ഫ്യൂസും പൊട്ടിത്തെറിച്ചു. പുന്നമട വാർഡ് കണ്ടത്തിൽ P. സുരേന്ദ്രന്റെ വീട്ടിലാണ് കഴിഞ്ഞ രാത്രി ഉണ്ടായ ഇടിമിന്നലിൽ നാശം വിതച്ചത്.
ഇടിമിന്നലിൽ വീടിന്റെ വയറിംഗ് പൂർണ്ണമായും കത്തിനശിച്ചു. സ്വിച്ച് ബോർഡുകളും ഫ്യൂസും പൊട്ടിത്തെറിച്ചു. വീട്ടിലുണ്ടായിരുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കും കേടുപാടുകളുണ്ടായി. വീടിന്റെ ഭിത്തിയിലെ ചില ഭാഗങ്ങളിലും പൊട്ടലുണ്ടായിട്ടുണ്ട്. സുരേന്ദ്രനും ഭാര്യ ശൈലജയും മാത്രമാണ് ഈ സമയം വീട്ടിലുണ്ടായിരുന്നത്. വലിയ അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണ് സുരേന്ദ്രനും ശൈലജയും. ഏകദേശം 2 ലക്ഷം രൂപ നഷ്ടമുണ്ടായതായാണ് കണക്കാക്കുന്നത്. സംഭവത്തെ തുടർന്ന് KSEB അധികൃതർ വീട്ടിലെത്തി പരിശോധന നടത്തി. ശോഭാ സുരേന്ദ്രന്റെ പോസ്റ്ററിന് നേരെ അതിക്രമം. ശോഭാ സുരേന്ദ്രന്റെ തലയ്ക്ക് പകരം CPM സ്ഥാനാർത്ഥിയുടെ തലയുടെ ചിത്രം വെട്ടിയൊട്ടിക്കുകയായിരുന്നു. ഹരിപ്പാട് RK ജംഗ്ഷന് സമീപത്തും ബസ് സ്റ്റാൻഡിലുമാണ് ശോഭാ സുരേന്ദ്രന്റെ പോസ്റ്ററിനും ഫ്ലെക്സ് ബോർഡുകൾക്കും നേരെ അതിക്രമമുണ്ടായത്. തന്റെ പോസ്റ്ററുകൾ നശിപ്പിക്കുന്നതിന് പിന്നിൽ AM ആരിഫിന്റെ പ്രത്യേക സംഘമാണെന്ന് ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു. പോസ്റ്ററുകൾ മാറ്റേണ്ടതില്ലെന്നും ഭാവിയിൽ ആരിഫിന് BJPയിലേക്ക് വരേണ്ടി വരുമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. കണ്ണൂരിലെ CPMന്റെ കൊടികെട്ടിയ തമ്പ്രാനെ കണ്ടിട്ട് താൻ പേടിച്ചിട്ടില്ല. പിന്നെയാണ് ആരിഫിന്റെ ഓരോ കുതന്ത്രങ്ങൾ. കീറിയ ഫ്ലെക്സ് ബോർഡുകളുടെ സ്ഥാനത്ത് ഇന്ന് തന്നെ നിരവധി പോസ്റ്ററുകൾ ഒട്ടിക്കുമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. പയ്യാമ്പലം സ്മൃതി കുടീരത്തിലെ അക്രമത്തിൽ ഒരാൾ കസ്റ്റഡിയിൽ. ബീച്ചിൽ കുപ്പിപ്പെറുക്കുന്ന കണ്ണൂർ സ്വദേശിയാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇയാൾ ബീച്ചിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആളാണെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. അതേസമയം ഇയാളാണോ അതിക്രമം നടത്തിയത് എന്ന കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നില്ല. ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. അക്രമം അന്വേഷിക്കുന്നതിനായി ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരുന്നു. സോഫ്റ്റ് ഡ്രിങ്ക് പോലുള്ള പാനീയമാണ് CPM നേതാക്കളുടെ സ്മൃതി കുടീരങ്ങളിൽ ഒഴിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു. PSC പരീക്ഷകളിൽ മാറ്റം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ PSC പരീക്ഷകൾക്ക് മാറ്റം. ഏപ്രിൽ മെയ് മാസങ്ങളിലെ ചില പരീക്ഷകളിലാണ് മാറ്റം. ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി, CPO, വനിതാ CPO, സ്റ്റാഫ് നഴ്സ്, ഇലക്ട്രീഷ്യൻ തുടങ്ങിയ പരീക്ഷകളുടെ തീയതിയാണ് മാറ്റിയത്. ഇവയിൽ ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി, സ്റ്റാഫ് നഴ്സ്, ഇലക്ട്രീഷ്യൻ എന്നിവയുടെ പുതിയ തീയതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. CPO, വനിതാ CPO പരീക്ഷകളുടെ പുതിയ തീയതി ജൂണിലെ പരീക്ഷാ കലണ്ടറിനൊപ്പം പ്രസിദ്ധീകരിക്കും.